ഹായ് എവരി വൺ. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പാൻ കേക്ക് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുപഴം എടുക്കുമ്പോൾ 2 എണ്ണം എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ അളവ് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടാവുന്നതേ ഉള്ളൂ. 2.5 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ അതിനോടൊപ്പം 2 മുട്ടയും 3 ചെറുപഴവും എടുക്കാവുന്നതാണ്. ശേഷം 1 കപ്പ് ഗോതമ്പ് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദപ്പൊടിയോ എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് മൈദയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാറ്റർ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിഫൈൻഡ് ഓയിൽ ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 കപ്പോളം പാലും ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും 1/4 ടീസ്പൂണോളം തന്നെ പഞ്ചസാരയും 2-3 തുള്ളി വാനില എസൻസും അല്പം വെള്ളവും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പാൻ കേക്കിന് ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലിരിക്കണം. അതുപോലെ തന്നെ ബാറ്റർ തയ്യാറാക്കിയ ശേഷം പുളിപ്പിക്കാനായിട്ടും മാറ്റി വയ്ക്കേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബാറ്റർ തയ്യാറാക്കി എടുത്താൽ ഉടൻ തന്നെ നമുക്ക് പാൻ കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ പാൻ കേക്ക്. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോഴേക്കും അതിലേക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ബാറ്റർ ഒഴിച്ച് ഇതുപോലെ ഹോൾസ് വന്ന് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ആക്കിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ പാൻ കേക്കും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഹോൾസ് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഏകദേശം 10 പാൻ കേക്കോളം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ പാൻ കേക്കും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റാം. ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ അതിന് മുകളിലേക്കായിട്ട് സ്ട്രോബെറീസ് കട്ട് ചെയ്തതും റോബസ്റ്റ പഴം കട്ട് ചെയ്തതുമാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം തേനും ഡേറ്റ് സിറപ്പുമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെയധികം ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പാൻ കേക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി പാൻ കേക്ക് തയ്യാറാക്കാൻ എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ നോട്ടിഫിക്കേഷനിലെ ഓൾ എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.